നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അത് നീട്ടിക്കൊണ്ടുപോയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതെങ്കിൽ അത് CPMന് എത്ര ക്ഷീണം ഉണ്ടാക്കുമായിരുന്നു. അത് മനഃപൂർവ്വം നീട്ടിവെച്ചാണ്. ഞാൻ ആരോപണം ഉന്നയിച്ച് പിന്നീട് കോടതി തന്നെ ശരിവെച്ചല്ലോ. കോടതി എന്താ പറഞ്ഞത്? അത് മന്ദഗതിയിലാക്കിയ അന്വേഷണം. ഇപ്പോൾ കോടതി വിമർശിച്ചപ്പോഴാണ് സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സീക്വൻസാണ്. അത് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ബന്ധമുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മെമ്പർമാരെയുമായി ബന്ധപ്പെടുത്തിയതിൽ കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ട്. അപ്പോൾ അത് കൃത്യമായിരിക്കുകയാണ്. എന്നിട്ട് എന്തിനാണ് ഇവർ ഒളിച്ചു വെച്ചത്? 27-ാം തീയതി അല്ലേ എന്നാണിത് ചോദ്യം ചെയ്തത്? എന്തിനാണ് ഇത് രഹസ്യമാക്കി വെച്ചത്? ഇതിൻ്റെ രഹസ്യത്തിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. എന്തിനാണ് എല്ലാവരും ചേർന്ന് ഇത് രഹസ്യമാക്കി വെച്ചത്? ഇപ്പോൾ പുറത്തു വരുമല്ലോ. എന്തായാലും എത്ര ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ചോദ്യം ചെയ്തൊക്കെ പുറത്തു വരുമല്ലോ. തുടർ നടപടികളുണ്ടാകട്ടെ. SIT ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവസാനം വരെ SITയെ തള്ളി പറഞ്ഞില്ല. SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്താണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോഴും SITയിൽ വിശ്വാസമുണ്ട്. അവർ ഭംഗിയായി ഈ കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കട്ടെ. അതിൻ്റെ അകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടാതിരിക്കുക, അതാണ് പറയാനുള്ളത്. ദേവസ്വം ബോർഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ മന്ത്രി അറിയേണ്ട കാര്യമില്ല, ബോർഡ് സ്വതന്ത്രമായി തീരുമാനിക്കുന്നതാണ്. അതിലെത്രത്തോളം നമുക്ക് ശബരിമലയിലെ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് കൂടി ഇടപെടാറുണ്ട്, എല്ലാവർക്കും അറിയാം. അല്ലാതെ എല്ലാ അമ്പലങ്ങളുടെയും കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെടാറില്ല, അത് സത്യമാണ്. പക്ഷെ ശബരിമലയിലെ കാര്യങ്ങളിൽ ഗവൺമെൻറ് ഇടപെടാറുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വളരെ അടുത്ത ബന്ധം കടകംപള്ളി സുരേന്ദ്രനുണ്ട്. അത് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ ആരൊക്കെയാണ് ജയിലിലായിരിക്കണം? 3 CPM നേതാക്കളാണ് ജയിലിലായിരിക്കുന്നത്. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും 2 CPM നേതാക്കളും. 3 CPM നേതാക്കൾ ജയിലിലാണ്. എന്നിട്ട് എന്താ ME ഗോവിന്ദൻ പറയുന്നത്? ഒരാൾക്കെതിരെ നടപടിയെടുക്കില്ല അല്ലേ? പൈങ്കിളിയാണെന്ന്. ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം കട്ടെടുത്തത് പൈങ്കിളിയാണോ? പൈങ്കിളി ആരോപണമാണോ? തലക്കെട്ട് വരുമെന്ന്. അവരെ നടപടിയെടുത്താൽ പൈങ്കിളി തലക്കെട്ട് വരും എന്നാണ് പറയണത്. അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുത്ത 3 CPM നേതാക്കൾക്കെതിരായി CPM ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവരെ സഹായിക്കുകയാണ് ഗവൺമെൻറ്, അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. അതാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സത്യമാണല്ലോ അത്. ഇപ്പോഴും നടപടിയെടുക്കാൻ തയ്യാറില്ല. അങ്ങനെയാണോ ചെയ്യുന്നത്? ഈ സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് കോടതിയുടെ മുമ്പാകെ തെളിവുകൾ ഹാജരാക്കി കോടതി ജയിലിലാക്കിയിരിക്കുകയാണ്, റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ജാമ്യം പോലും കൊടുത്തിട്ടില്ല. എന്നിട്ട് അങ്ങനെയാണോ ചെയ്യുന്നത്? ഒരു പാർട്ടി ചെയ്യുന്നത് അങ്ങനെയാണോ? അല്ല, എന്നാ പിന്നെ ആരോപണ വിധേയനായ MLA പാർട്ടി പുറത്താക്കണം എന്നിവർ ബഹളമുണ്ടാക്കിയ എന്തിനാ? ഞങ്ങളവർ പറഞ്ഞിട്ടൊന്നുമല്ല പുറത്താക്കിയത്, ഞങ്ങളുടെ നടപടിയാണ്. അപ്പോൾ ഓരോന്നിലും ഇരട്ടത്താപ്പാണ്. ഇതിൽ കുറ്റം തെളിഞ്ഞു വരട്ടെ എന്ന് പേടിയാണ്. കൂടുതൽ നേതാക്കളുടെ പേര് ജയിലിൽ ആയേക്കണവർ, റിമാൻഡ് ചെയ്തവർ പറയും അവർക്കെതിരെ നടപടിയെടുത്താൽ. അവർക്കെതിരെ നടപടിയെടുക്കാൻ CPMൻ്റെ മുട്ടുവരയ്ക്കും നേതാക്കന്മാരുടെ. കാരണം അവർക്കെതിരായി നടപടിയെടുത്താൽ അവർ ഇതിനേക്കാൾ വലിയ നേതാക്കന്മാരുടെ പേര് പുറത്തു പറയും. അതാണ് പേടി. എല്ലാവർക്കും അറിയാം കാര്യം എന്താണെന്നറിയാം. പൈങ്കിളിയൊന്നുമല്ല, കാര്യം പേടിച്ചിട്ടാണ്. ആരുടെയൊക്കെ പേര് പറയുന്നറിയില്ല, ആരൊക്കെ ഈ ഷെയർ കൈപ്പറ്റിയിട്ടുണ്ടെന്നറിയില്ല, ഈ പണത്തിൻ്റെ എവിടെ ചെന്ന് നിൽക്കുമെന്നറിയില്ല. ചോദ്യം ചെയ്തു അതിനപ്പുറത്തേക്കുള്ള നടപടികളൊക്കെ ഇപ്പോൾ അറസ്റ്റ് ബാക്കിയുള്ള നേതാക്കൾ അല്ലല്ല, അത് അവരെ ഒരു നടപടിക്രമം ഉണ്ടല്ലോ, അവർ ചെയ്യട്ടെ. കാരണം നേരത്തെ ഈ പറയുന്ന പല ഘട്ടത്തിലും ഇതിനൊരു അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിൽ തടസ്സം നിന്നു സർക്കാർ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം നടപടികളിലേക്ക് എന്തായാലും കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ കോടതി കൂടി നിരീക്ഷിക്കട്ടെ എന്തെല്ലാം തെളിവുകളാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിനെതിരായി മൊഴി കൊടുത്തിട്ടുണ്ട് വേറെ ആളുകൾ, ഒരു സംശയം വേണ്ട. അത് മൊഴി പകർപ്പുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലായിക്കോളും. മൊഴി കൊടുത്തിട്ടുണ്ട്. ഒരാൾ നിഷ്കളങ്കരല്ല, ഇവരാരും നിഷ്കളങ്കരല്ല. ഇവരാരും അദ്ദേഹത്തിന് പങ്കുണ്ട്. ഞാൻ ആരോപണം ഉന്നയിച്ചാൽ എനിക്കെതിരെ കേസ് കൊടുത്തേക്കല്ലേ. കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തുമ്പോൾ SIT സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷ പറയുന്നത്. SITയെ സ്വാധീനിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. SITയുടെ മീതെ അത് വൈകിച്ചു കൊണ്ടുപോകാൻ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് ഞാൻ ആരോപണം ഉന്നയിച്ചത്. മറ്റൊരു ഏജൻസിയിലേക്ക് കേസ് മാത്രമൊന്നുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പോട്ടെ, ഇത് പോയില്ലെങ്കിൽ നമുക്ക് അപ്പം ആലോചിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.